പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നത്തെ പത്രം നിങ്ങളെല്ലാം കണ്ടു കാണും. കുട്ടിക്കാനത്ത് കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേര് മരണപ്പെട്ടു. അരുൺ ഹരി, സംഗീത് സോമൻ, ബിന്ദു ഉണ്ണിത്താൻ, രമാമോഹൻ, അങ്ങനെ 4 പേരാണ് മരണപ്പെട്ടത്. ആ 4 പേർക്കും നമ്മൾ ആദ്യം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കമ്പം വരെ പോയ സമയത്താണ് ഈ അപകടം അവിടെ നടന്നത്. അപ്പം വൈഫിന്റെ അമ്മയുടെ ഒന്ന് വീണിട്ട് തോളലിന് ചെറിയ പൊട്ടൽ, അതിനുവേണ്ടി ഞങ്ങൾ കമ്പത്തിന് പോയതാണ്. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയിട്ട് അതുപോലെ അതിഭയങ്കരമായ ബ്ലോക്കായിരുന്നു. അപ്പം നമുക്ക് വാഹനം ഒന്ന് ഒതുക്കാൻ പോലും സൗകര്യമില്ല. കാരണം അവിടുത്തെ റോഡിന്റെ അവസ്ഥ അതുപോലെ വളവും തിരിവല്ലേ, വാഹനങ്ങൾ ഒതുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഏറെക്കുറെ വണ്ടി ഒന്ന് ഒതുക്കാൻ സമയം കിട്ടിയത് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് അവിടം വരെ നടന്നൊക്കെ ചെന്നിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ യാത്രയ്ക്ക് തടസ്സം വരും. അത് കാരണം ഞങ്ങൾ അന്നേരം അവിടെ കമ്പത്തിന് പോയിട്ട് തിരിച്ചു വന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ആ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പം ഞാൻ അവിടെ തിരക്കിയപ്പോഴത്തേന് ഈ വാഹനത്തിന്റെ കെഎസ്ആർടിസി ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടാണ് ഈ അപകടം ഉണ്ടായെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം ഈ ഡ്രൈവർ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞു ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. അന്നേരം തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ചെറിയ ഓടയൊക്കെ ഉണ്ട്, അതിലോട്ട് വണ്ടി ഇറക്കിയത്. പക്ഷെ അവിടെ നിന്നും വണ്ടി തകിടം മറിഞ്ഞാണ് ഓപ്പോസിറ്റ് കൊക്കയിലേക്ക് പോയത്. ആ കൊക്കയെന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു കൊക്ക തന്നെയാണ്, നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് സമീപവാസിയായ ഒരാളിനോട് പറഞ്ഞു, കുറച്ചുനാൾ മുമ്പ് ഇവിടെ ഒരു ലോറി ഈ കൊക്കയ്ക്കകത്ത് പോയിട്ട് അത് നേരെ അങ്ങ് താഴോട്ട് അങ്ങ് പോവുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു റോഡുണ്ട്, അതും കടന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിഭയങ്കരമായ കൊക്കയാണ്. അപ്പൊ ലോറിയുടെ അവശിഷ്ടം പോലും അന്നേരം അതുപോലെയാണ് ആ ലോറി കിട്ടിയത്. കാരണം ഇപ്പോഴും അതിന്റെ അവശിഷ്ടം അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്കും ഭീകരമായ ഒരു കൊക്കയാണ്. ഏതായാലും ഭാഗ്യത്തിന് ഈ കുറെ റബ്ബർ മരങ്ങൾ ആ കൊക്കയുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്, നമ്മുടെ ആ റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. അതിൽ തങ്ങിയാണ് ബസ് നിന്നത്. അതുകൊണ്ടാണ് ഈ 34 യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് എല്ലാം പരിക്കുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല. ഈ ബസ് കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം എന്ന പേരിലുള്ള ഒരു ബസ്സാണ്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കെഎസ്ആർടിസി ബസ് വിട്ടുതരുന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇന്ന് പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ അതിനകത്തുണ്ട്. ഈ ബസ്സിന് ഏറെക്കുറെ 9 വർഷത്തോളം പഴക്കമുണ്ട്. നമ്മളൊക്കെ ഒരു ദൂരയാത്ര പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ 9 വർഷം പഴക്കമുള്ള കെഎസ്ആർടിസി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റൂട്ടിൽ ഓടി ഇതിന്റെ ചാറ് വരെ ഊറ്റിയെടുത്ത് അതുപോലെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ബസ്സാണ് ഇവർക്ക് കൊടുത്തുവിട്ടത്. അപ്പൊ ഇതിന്റെ കുറ്റക്കാര് ആരാന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇതൊരു സ്വകാര്യ ബസ്സായിരുന്നെങ്കിൽ, ഒരു സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പം അതിന്റെ ഉടമ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. കാരണം അതുപോലെയുള്ള വാർത്തകളും അതുപോലെയുള്ള കുറ്റങ്ങളും അദ്ദേഹത്തിന്റെ പേര് ചുമത്തിയേനെ. അപ്പൊ ഇപ്പം സർക്കാരിന്റെ ആയതുകൊണ്ട് ഇപ്പം വലിയ പരാതികളൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ നിൽക്കുമ്പോഴത്തേനും മോട്ടോർ വാഹന വകുപ്പിന്റെ നിരവധി വാഹനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാം ഈ ബസിന്റെ അപകടത്തെപ്പറ്റി അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, അതുപോലെ ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കൊരു ഞെട്ടിക്കുന്ന വാർത്തയും കൂടെ വന്നിരിക്കുകയാണ്. ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടല്ല ഈ വാഹനാപകടം ഉണ്ടായെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തലാണ്. അതാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇനി ഈ അപകടത്തിന്റെ വിശദമായ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഈ കെഎസ്ആർടിസിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ബജറ്റ് ടൂറിസം എന്ന് പറഞ്ഞ പേരിൽ കെഎസ്ആർടിസിയിൽ ആരംഭിച്ചിട്ട് ഏറെക്കുറെ 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ഒരു പുതിയ ബസ് പോലും ഇങ്ങനെയുള്ള ആവശ്യത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പം ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് പന്താടാൻ ഇനി കെഎസ്ആർടിസി ഒരുങ്ങരുത്. ഒരു കാരണവശാലും ഞാൻ പൊതുജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ വാഹനങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴത്തേന് അതിന്റെ ഡീറ്റെയിൽ, അതുപോലെ വാഹനത്തിന്റെ നമുക്കിപ്പോൾ സൈറ്റ് നോക്കി അറിയാം, അതിന്റെ ഫിറ്റ്നസ് കാലാവധി എല്ലാം നോക്കിയിട്ട് വണ്ടി ഒരുമാതിരി നമുക്ക് യാത്രയ്ക്ക് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൂരയാത്രയ്ക്ക് ഇത്തരം വാഹനങ്ങൾ വിളിക്കാവൂ. ഞാൻ ഈ ഡ്രൈവറെ കുറ്റം പറയുന്നതൊന്നുമല്ല. കാരണം ഡ്രൈവിംഗിൽ ആരും മിടുക്കന്മാരല്ല, എല്ലാം തികഞ്ഞവരാരുമില്ല. ഇതൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഈ ഡ്രൈവർ ഇപ്പം ബ്രേക്ക് പോയിട്ടല്ലെന്നുള്ള നിഗമനം വന്നെങ്കിൽ ഒന്ന് ടോപ്പ് ഗിയറിൽ തന്നെ ആയിരിക്കണം ഇറങ്ങിയത്. അതുകൊണ്ട് ആ സമയത്ത് വണ്ടി കിട്ടിക്കാണത്തില്ല. നമ്മുടെ ഹൈറേഞ്ച് റൂട്ട് ഏറ്റവും അപകടം പിടിച്ച റൂട്ടാണ്. അവിടെ വാഹനം ഓടിക്കുന്നവർക്ക് മിക്കവർക്കും നമ്മുടെ ഈ റോഡുകളിൽ നിരപ്പായ റോഡുകളിൽ ഓടിക്കുന്നവർക്കൊന്നും ഹൈറേഞ്ചിലെ യാത്ര നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഏത് ഗിയറിൽ, ഒരു ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റം കയറി കാണുന്നുണ്ടെങ്കിൽ ആ തിരിച്ചിറങ്ങുന്നത് ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ ആയിരിക്കണം. തേർഡ് ഗിയറിലാണെങ്കിൽ തേർഡ് ഗിയർ തന്നെ. അപ്പൊ നല്ല എഞ്ചിന് നമുക്കൊരു പിടുത്തം കിട്ടും, ബ്രേക്കിന്റെ പരമാവധി ഉപയോഗം കുറയ്ക്കാൻ പറ്റും. നമുക്ക് കുട്ടിക്കാനും ഒക്കെ ഇറങ്ങാൻ നമ്മൾ ബ്രേക്ക് ചവിട്ടാതെ തന്നെ, ഗിയറിലാണെങ്കിൽ ബ്രേക്ക് ചവിട്ടാതെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. പക്ഷെ അതാരും ചെയ്യുന്നില്ല. വണ്ടി എല്ലാവർക്കും ധൃതിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് സ്ഥലത്തെത്തണം. അതിനുവേണ്ടി ടോപ്പ് ഗിയറിലൊക്കെ ഇട്ട് പാഞ്ഞു പോവും. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച പോലെ വണ്ടി ബ്രേക്ക് ചെയ്താൽ കിട്ടത്തില്ല. അതാണ് ഈ കൂടുതൽ അപകടത്തിനും വഴിവെക്കുന്നത്. അതുപോലെ നമ്മുടെ കുട്ടിക്കാനം പോലെ തന്നെ അപകടം നിറഞ്ഞാണ് ശബരിമല റോഡും. അതുപോലെ വളവും തിരിവും കയറ്റവും ഇറക്കൊക്കെ ഉള്ളപ്പോഴത്തേന് ഇതുപോലെയുള്ള മറ്റ് നിരപ്പ്, തമിഴ്നാടെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ നിരപ്പ് സ്ഥലങ്ങളാണ്. അവിടെ നിന്നൊക്കെ വരുന്ന തീർത്ഥാടകരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അവർക്ക് ഈ റോഡിന്റെ കാര്യങ്ങളൊന്നും നിശ്ചയമില്ല. വന്ന ഗിയർ ടോപ്പ് ഗിയർ എങ്കിൽ ടോപ്പ് ഗിയർ അല്ലെങ്കിൽ വിട്ടു പോവുകയാണ്. അതുപോലെ ഓവർടേക്കിംഗ് ഒക്കെ ഉണ്ടാകുന്നതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പൊ അതിനൊക്കെ ഒരു നല്ല ബോധവൽക്കരണം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുപോലെ വാഹനങ്ങൾ ഇപ്പം കണ്ടില്ലേ, 9 വർഷം അടുത്ത് പഴക്കമുള്ള വാഹനങ്ങളാണ് ഇത്ര ഒരു ദൂരെ തഞ്ചാവൂരൊക്കെ പോകാൻ വേണ്ടി കൊടുത്തുവിട്ടത്. അത് തന്നെ വലിയൊരു കുറ്റം തന്നെയാണ്. അപ്പം ആ സ്ഥാനത്ത് ഒരു സ്വകാര്യ ബസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഒരാഴ്ച മുഴുവൻ ചാനലിന്റെ അകത്ത് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞ് അങ്ങനെ അതാണ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആത്മഹത്യയുടെ വക്കി വരെ ഇവരെത്തിച്ചേനെ. ഏതായാലും വലിയ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ നിസ്സാര പരിക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നു. എങ്കിലും അപകടത്തിൽ മരണപ്പെട്ട ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു.